സോ ഗൈസ്, നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ നമ്മളെ വണ്ടിയിൽ നമ്മളിന്ന് തീ തുപ്പുന്ന സൈലൻസർ വെക്കാൻ വേണ്ടി പോകണം ഗൈസ്. പിന്നെ പൈസയൊന്നും നമുക്കൊരു വിഷയമല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും അത് സെറ്റാക്കാൻ പോവാണ്. നമ്മളെ വണ്ടീന് ഡ്രാഗൺ കുഞ്ഞ് പോലെയായിരിക്കും ഗൈസ്. തീയൊക്കെ തുപ്പിയായിരിക്കും റോട്ടിൽ കൂടെ പോകുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് എന്തായാലും പുറത്തോട്ടിറങ്ങാം ഗൈസ്. നമ്മൾ വീടിൻ്റെ പുറത്തോട്ടേക്ക് എത്താറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. ചെറുക്കൻ കിടക്കുന്ന കണ്ടോ ഗൈസ്. ഇനി ചെറുക്കനെ പെടയാക്കി ഇറക്കാൻ പോകണമെന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വണ്ടി എടുത്ത് സ്റ്റാർട്ടാക്കിയിട്ടേക്കായിരുന്നു എന്തായാലും വണ്ടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. ഈ വണ്ടി ഞാൻ എന്തായാലും വീഡിയോയിൽ ആദ്യമായിട്ടായിരിക്കും കാണിക്കുന്നത്. സൈഡിലിങ്ങനെ സ്ക്വിഡ് ഗെയിമിൻ്റെ ഗ്രാഫിക്സൊക്കെ അടിച്ചിട്ടുണ്ട്. വണ്ടിയുടെ പേര് ടോർക്കി എന്നാട്ടോ. ഇതാണ് സൈലൻസറും ഫുള്ള് കസ്റ്റം വർക്കൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതായിരുന്നു. ഇനി നമ്മൾ തീ തുപ്പുന്ന സെറ്റപ്പും കൂടെ ആക്കിയാൽ മതി ഇനി വണ്ടിയിൽ. അതായത് നമുക്ക് നേരെ നമ്മുടെ ലൊക്കേഷനിലോട്ട് പോവാം. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം മോമോയിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ഗൈസ് വണ്ടിയിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഗൈസ് കസ്റ്റം ഷോപ്പിലോട്ട് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും പോവാം ഗൈസ്. സിറ്റിയിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ പോകുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗൈസ്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ അത് ലൈക്ക് അടിച്ച് സപ്പോർട്ടാക്കുക ഗൈസ്. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ CPMൻ്റെ ഇതുപോലത്തെ കണ്ടൻറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ പജറവും കാര്യങ്ങളൊക്കെ ഗിവ് കൊടുത്ത പോലെ തന്നെ പുതിയ ഗിവേകളൊക്കെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഗൈസ്. അപ്പോൾ മൗണ്ടേ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഗൈസ് മൊത്തം കോടമഞ്ഞൊക്കെ പിടിച്ച് അയ്യോ ഗൈസ് നമ്മൾ വന്ന വഴിയേ ഐസായിട്ടൊന്ന് പാളിപ്പോയി. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കേട്ടോ കയറി വന്നേ. ജസ്റ്റ് റിവേഴ്സ് എടുക്കട്ടെ. അവനങ്ങ് ഇടിച്ചങ്ങ് കയറി വരുമോ അവൻ. ഇത് മനുഷ്യനാടാ ബീണ്ട പൊളി ഉണ്ടെന്ന് വിചാരിച്ച്. തെറ്റൻ്റെ ഭാഗത്ത് അത് വേറെ കാര്യം. അതായത് നമുക്കെന്തായാലും പോവാം ഗൈസ്. ഇവിടെ എവിടെയോ ആയിട്ടാണ് ലൊക്കേഷൻ. എനിക്ക് തോന്നുന്നു നമ്മൾ ലെഫ്റ്റ് പോകണമെന്ന് തോന്നുന്നു. ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, സ്ഥലം ഇത് തന്നെ. ഈ പെട്രോൾ പമ്പിൻ്റെ ഇവിടെയായിട്ട് വരും ഗൈസ്. ഗൈസ് ഇവിടെ ഷട്ടർ തുറന്നിട്ടിട്ടുണ്ട്. നമുക്ക് വണ്ടി എന്തായാലും അകത്തോട്ട് കയറ്റി വെക്കാം. ഗൈസ് നമ്മളെന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതാ ഗൈസ്. ഈ ഷോപ്പിന് പേരില്ല കേട്ടോ. എന്തോ ഈ നോക്കട്ടെ, ഷോപ്പ് 24 hours ഗൈസ്. പേരൊന്നും ഇല്ലാത്ത ഷോപ്പിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ടുണ്ട്. എന്തായാലും അവർ പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരുമായിരിക്കും ഗൈസ്. എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് വണ്ടി ഇവിടെ നിന്ന് എടുക്കാം. തന്നെ വീട് സെറ്റാക്കി ഇടുമെന്ന് തോന്നുന്നു. സോ ഗൈസ് വർക്ക് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞാൽ അവരൊന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി എടുക്കാൻ പോകും ഗൈസ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ലാൻസർ കൊണ്ടിട്ടിട്ടുണ്ട്. നമ്മുടെ ലാൻസർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഇതൊക്കെ ഞാൻ ഇപ്പോഴാണല്ലോ കാണിക്കുന്നത്. അതായത് നമ്മുടെ ലാൻസറിൻ്റെ ലുക്ക് ഇതാണ്. ഹെഡ് പോൾ എന്നൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പുറ സൈഡും രണ്ട് സൈഡും ഒരുപോലെ തന്നെ ഇവിടെ നമ്മൾ നൈസായിട്ടൊരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഫുള്ള് മോഡിഫൈഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ള വണ്ടിയാണ് ഗൈസ്. നമ്പർ പ്ലേറ്റ് പോലും വെച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ കൂടുതൽ നേരം നിന്ന് സംസാരിക്കുവാണെങ്കിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത് BMW വിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നേരെ പോവാം. ഇതിപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അല്ലെ നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. സോ ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ നമ്മൾ കൊണ്ടിട്ട പോലെ തന്നെ കിടപ്പുണ്ട്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഗൈസ് തോന്നുന്നത്. എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് തീ തുപ്പുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അങ്ങനെ ഗൈസ് വണ്ടിയിലോട്ട് കയറാം. ഇപ്പോൾ വണ്ടി എന്തായാലും സെറ്റായിട്ടുണ്ട്. നമുക്ക് നേരെ റോട്ടിൽ ഇറക്കി ഒന്ന് ഓടിച്ചു നോക്കാം. സോ ഗൈസ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗിയർ മാറ്റുമ്പോഴും ഇങ്ങനെ പൊട്ടലിങ്ങനെ പൊട്ടും ഗൈസ്. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ആക്കിയേക്കുന്നത്. ഓവറൊന്നുമില്ല. ഓരോ ഗിയർ മാറ്റുമ്പം ഓരോ പൊട്ടൽ പൊട്ടും. നമുക്ക് മനസ്സിലായല്ലോ, വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ ആക്കിയേക്കുന്നത്. ആകുമ്പോൾ നമുക്ക് ഗൈസ് ആ പൊട്ടുന്ന ഫീലും ഉണ്ട്. നാട്ടുകാർക്കും വലിയ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു സംഭവം. അതിന് ജസ്റ്റ് ഓടിച്ചുകൊണ്ട് അത് കേൾപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഗൈസ് ആ ഗിയർ ഡൗൺ ആക്കി ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആ സൗണ്ട് കേട്ടോ.
പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ഗിയർ പറ്റിയപ്പോൾ കേട്ട് കാണും. അതിൽ സെറ്റായിട്ടുണ്ട് വണ്ടി. അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.